ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സൺഡേ ഫൺഡേ ആണ് അല്ലേ? ഞങ്ങളുടെ ഇന്ന് ഹാല 10th ഡേ എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ നമ്മുടെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഒരു ഹാപ്പി ആയിട്ടൊരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഗോളിനെ കുറിച്ച് സംസാരിച്ചു. ഗോള് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ലൈഫിൽ വരുത്തേണ്ട ചേഞ്ചസ്, ഇതൊക്കെ പറഞ്ഞു അല്ലേ? ആക്ച്വലി നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടെമ്പററി ചേഞ്ച് ആണ്. എന്താണെന്നറിയോ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ റൂം ആകെ അലങ്കോലമായിട്ട് മെസ്സി ആയിട്ട് കിടക്കുന്ന റൂമാണ്. അപ്പോൾ നമ്മളത് ഓക്കെ ഒരു ദിവസം ഇന്നത്തെ ഞാൻ എൻ്റെ ഗോൾ, ഇന്ന് സൺഡേ ആണ്, ഓക്കെ ഇന്ന് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എൻ്റെ റൂം വൃത്തിയാക്കലാണ്. അങ്ങനെ ഞാൻ ഫുൾ റൂമൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി. ഇപ്പം എനിക്ക് സൂപ്പർ, റൂമിൽ പോയാൽ ഒന്ന് ഇരിക്കാൻ തോന്നും, കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. ആ ലെവലിലാക്കി. ഓക്കെ, ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നമ്മുടെ ഓർഡർ മാറ്റിയില്ലെങ്കിൽ, ലൈഫിൽ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ 2 ദിവസം കഴിഞ്ഞു വീണ്ടും നമ്മൾ പഴയ പോലെ വരികയാണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീണ്ടും പഴയ പോലെ വരികയാണെങ്കിൽ, ആ റൂം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരും അല്ലെ? വീണ്ടും മെസ്സി റൂമായിട്ട് മാറും. അപ്പൊ വീണ്ടും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇന്നെടുത്ത അതേ എഫേർട്ട് വീണ്ടും ഇടേണ്ടി വരും. അപ്പൊ നമ്മുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തോ? ഇല്ല. സോ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സിസ്റ്റം വേണം, നമുക്കൊരു സമ്പ്രദായം വേണം അല്ലെ? അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരിക. നമ്മൾ നമ്മുടെ ലൈഫിന് കൊടുക്കുന്ന, നമ്മുടെ എന്താ പറയുക, ജീവിതത്തിൽ നമ്മുടെ ഹാബിറ്റ്സിലൊക്കെ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതാണ് നമുക്ക് ഔട്ട്പുട്ടും തിരിച്ചു കിട്ടുന്നത്. സോ നമുക്ക് എല്ലാവർക്കും നല്ല നല്ല ഗോളുകൾ ഉണ്ടാവട്ടെ, അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിൽ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ.